Hey everyone, welcome back to my channel. ഇന്ന് ഞങ്ങളിപ്പോൾ ഉള്ളത് മൂന്നാർ അടുത്ത് അടിമാലി എന്ന് പറയുന്ന ഒരു ചെറിയ ടൗണിലാണ്. ഇവിടെയാണ് എൻ്റെ അമ്മയുടെ വീട്. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ഞാൻ പണ്ട് എൻ്റെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്തത് ഇവിടെ നിന്നാണ്. ഞങ്ങൾ ഇത്തവണ 2 days ഇവിടെ വന്നപ്പം ഒരു വീഡിയോ ഇവിടെ നിന്ന് കൂടെ ഷൂട്ട് ചെയ്യാം. അന്ന് ഞാൻ കാണിക്കാത്ത കുറച്ച് വീടും പരിസരമൊക്കെ ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബേസിക്കലി ഈ ഡേ എങ്ങനെ പോകുന്നു അങ്ങനെ ഒരു റാൻഡം വ്ളോഗാണ്. ഇപ്പോ ഒരു മണി 1:30 ആയി. ഇപ്പൊ രാവിലെ ബേസിക്കലി എന്താ നമ്മൾ എണീറ്റിട്ട് ഒരു ചായ ഒക്കെ കുടിച്ച് നമ്മളിവിടെ മുറ്റത്തെ കൂടെ ഒരു മോർണിംഗ് വാക്ക് ഒക്കെ കഴിഞ്ഞിട്ട് കുളിച്ച് റെഡിയായി വന്ന് നിൽക്കുകയാണ്. അപ്പോ അതിന്റെ കുറച്ച് വിഷ്വൽസ് നമുക്ക് ആദ്യം കാണാം. അത് കഴിഞ്ഞിട്ട് ഈ ഡേ എങ്ങനെ പോകുന്നു ആ ഒരു ഫ്ലോയിൽ ഞാൻ കാണിക്കാം. പണ്ട് സ്കൂൾ വെക്കേഷനൊക്കെ ആകുമ്പോൾ 2 months ഫുൾ സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമായിരുന്നു ഇത്. മുറ്റത്തൊക്കെ ഓടി കളിക്കാനും പിന്നെ ഇവിടെ കുറേ പെറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തൊക്കെ സംസാരിക്കാനും ചാമ്പയ്ക്ക പറിക്കാനും കൊക്കു കഴിക്കാനും അങ്ങനെ ഇവിടെ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കുറച്ച് വലുതാവും തോറും നമ്മളുടെ പ്രയോറിറ്റീസ് ഒന്ന് ഷിഫ്റ്റ് ആവുമല്ലോ. അതുകൊണ്ട് തന്നെ ടീനേജ് ഫേസിൽ ഇങ്ങോട്ട് വരാൻ പറയുമ്പോൾ എപ്പോഴും കംപ്ലയിൻസ് ആയിരുന്നു. ഇവിടെ ഇൻ്റർനെറ്റ് ഇല്ല, കമ്പ്യൂട്ടർ ഇല്ല, ബോറടിക്കും എന്നൊക്കെ. പക്ഷെ ഇപ്പം ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ആ ചൈൽഡ്ഹുഡ് മെമ്മറീസൊക്കെ റീലിവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീലിംഗ് ആണ്. അത് മാത്രമല്ല നമ്മളുടെ തിരക്കും റഷൊക്കെ ഉള്ള ലൈഫൊന്ന് മാറി ഇവിടെ വരുമ്പോൾ വേൾഡ് ഫുള്ളൊന്നൊരു സ്ലോ ആയ പോലെയാണ് തോന്നുക. പണ്ടത്തെ എല്ലാ വീടുകളിലും മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ ഇങ്ങനെ പ്രൈസുകൾ നിരത്തി വെക്കാനുള്ള ഷോ കേസ്. അതേപോലെ പ്രൈസുകളും നമ്മുടെ എല്ലാവരുടെയും ഫോട്ടോസും നിരത്തി വെച്ചിട്ടുള്ള ഒരു ഷോ കേസാണിത്. കിഡോ എത്ര കൊല്ലം മുമ്പ്? ഒരുപാട് വർഷമായിട്ട് ഇവരെ കാണുന്നുണ്ടെങ്കിലും എനിക്ക് ഇപ്പോഴും അടുത്തേക്കൊക്കെ പോകുമ്പം കുറച്ച് പേടിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് ദൂരെ മാറി നിന്ന് കൊടുക്കുന്നത്. അപ്പൊ അത് ഒരെണ്ണം തന്നെ മുഴുവൻ തിന്നുവോ? കടിച്ചിട്ട് ഞാൻ തിരിച്ചു വലിക്കട്ടെ. കൊടുത്തോ രണ്ടെണ്ണം തന്നെ കിട്ടിയില്ല. കിട്ടി മറ്റേ ഇതിന് കൊടുക്ക. ഇതിന് കിട്ടിയില്ല. വാ ഉള്ളിക്കാറാൻ തവണ വാ. ഇത് മുരിങ്ങയിലയുടെ ചെടിയല്ലേ? ദിസ് ഇസ് മുരിങ്ങയില. ഇവിടെ കുറെ 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 ഇൻട്രസ്റ്റിംഗ് സാധനങ്ങൾ. അയ്യോ, നമ്മളുടെ കൊക്കോ തോട്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പണ്ട് ഇവിടെ വരുമ്പോ തന്നെ കൊക്കോ കഴിക്കാനായിരുന്നു. വെരി സ്വീറ്റ് കൊക്കോ ഉണ്ട് ഇവിടെ. ഞാൻ ഇത്ര ചെറുത് കണ്ടിട്ടില്ല. ചക്ക നല്ല ചക്ക. ഇതെന്ത് ചക്കയാ? ഈ ചക്കയാണ് ഞാൻ വീട്ടിലേക്ക് തന്നു വിടുന്നത്. വരിക്കച്ചക്കയാ? ഇതെന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യൂ. എൻ്റെ അമ്മയ്ക്കൊക്കെ അറിയായിരിക്കും. പണ്ട് ഞങ്ങളിത് എടുത്ത് വിഴുങ്ങാതിരിക്കാൻ ഇത് വിഷമാണ്, കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ എനിക്കറിയില്ല സത്യമാണോ കള്ളാണോ എന്നായിരുന്നു. ഹൗ ഡസ് ഇറ്റ് ലുക്ക്? It looks like തക്കാളി പോലെ ഉണ്ട് അല്ലേ? ഇത് ഗോൾഡ് സ്പോട്ട്. എന്നുവെച്ചാ ഗോൾഡ് സ്പോട്ട് ചുമ്മാ ഒരു കായ. ഇത് തിന്നാൻ പാടുമോ? വിഷം. യെസ്, കറക്റ്റ്. A few moments later. നമുക്ക് നോക്കാം, കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. ഇതാണ് ആപ്പിൾ ചാമ്പ. ഇവിടെ കാണാം. നോർമൽ ചാമ്പയ്ക്കല്ല, ആപ്പിൾ ചാമ്പയ്ക്ക. നോർമൽ ചാമ്പയ്ക്ക ഇവിടെ ഉണ്ട്, പക്ഷെ ഇപ്പോൾ ഇല്ല.
ഇവിടെ കുറേ ആപ്പിൾ ചാമ്പയ്ക്ക ഉണ്ടായി കിടക്കുന്നുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നിനക്ക് ഇഷ്ടമാണോ ആപ്പിൾ ചാമ്പയ്ക്ക? കുറച്ചുകൂടെ സ്വീറ്റ് ടച്ച്. മറ്റേ ചാമ്പയ്ക്കയുടെ പുളിയില്ല. പുളിയില്ല. ഇതിന് പുളിയില്ല, മറ്റേതിന് പുളിയുണ്ട്. പക്ഷെ ഇത് നല്ല. പക്ഷെ ഇതിപ്പോൾ അങ്ങനെ അധികം പഴുത്തിട്ടില്ല. പിന്നെ ഇതാ താഴെ കുറേ ലൂബിക്ക വീണ് കിടക്കുന്നുണ്ട്. കാണുന്നുണ്ടോ? ഐ വോണ്ട് ടു ഹാവ് ലൂബിക്ക. നല്ല ലൂബിക്ക ഉണ്ടോ? നല്ലല്ലോ. ഇളക്കി പറിച്ച് എനിക്ക് ഒരെണ്ണം കിട്ടി. ബാക്കി എന്തൊക്കെയോ താഴെ വീണു. പക്ഷെ താഴെ വീണത് പകുതി കിളിയോ അണ്ണാനൊക്കെ കുത്തിയതും പിന്നെ ചതഞ്ഞതൊക്കെ ആയിരുന്നു. അപ്പൊ ലാസ്റ്റ് ഇത് കിട്ടി. ഒരു ബൈറ്റ് എടുക്കാനുള്ളതേ ഉള്ളൂ. ഇതും കുറച്ച് വൃത്തിയേടായി. ഇനി അധികം കഴിച്ചിട്ട് വല്ല നിപ്പയോ അങ്ങനത്തെ അസുഖങ്ങൾ വരാതിരിക്കാൻ ഞാനത് നല്ലോണം കഴുകിയിട്ട് ജസ്റ്റ് ഒരു ബൈറ്റ് എടുക്കും. പുളിയില്ല ഉണ്ട്, പക്ഷെ ബെയറബിൾ പുളി. പക്ഷെ കുറച്ച് ചതഞ്ഞു പോയില്ലേ, സോഗിയായി താഴെ വീണിട്ട്. അല്ലെങ്കിൽ കുറച്ച് ആ ക്രിസ്പോടെ ഉള്ളപ്പോൾ രസമാണ്. താങ്ക് യു. നല്ല തണുപ്പ്. ആരോ വന്നു. വന്നത് വേറെ ആരുമല്ല, നമ്മളുടെ ലാബിൽ നിന്ന് നമുക്ക് വൈറ്റമിൻ ഡി, കാൽഷ്യം, ബ്ലഡ് ഷുഗർ അങ്ങനെ കുറച്ച് ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് കുളിച്ച് ഫ്രഷായി. പിന്നെ ലഞ്ചൊക്കെ കഴിച്ചു. അതിന് ശേഷം അവിടെ തന്നെ ഉണ്ടായ കരിക്കിൻ്റെ വെള്ളമൊക്കെ കുടിച്ചു. കുറച്ച് നേരം നമ്മളവിടെ സംസാരിച്ചൊക്കെ ഇരുന്നു. തമന്ന, ടെൽ മീ, നിനക്ക് ഇവിടെ അടിമാലി വരുമ്പം ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? മുറ്റത്തൊക്കെ ഇറങ്ങി നടക്കാൻ. മുറ്റത്തിറങ്ങി നടക്കുക. ബേസിക്കലി ബിക്കോസ് നമ്മൾ അവിടെ ഫ്ലാറ്റ് അതുകൊണ്ട്. പിന്നെ എനിക്ക് എന്താ ചെയ്യാൻ ഇഷ്ടമുള്ളതെന്ന് ചോദിച്ചാല്, നമ്മൾ കോവിഡ് സമയത്ത് ചെയ്യില്ലായിരുന്നോ, ചെമ്പരത്തിയൊക്കെ പറിച്ച് താളിയൊക്കെ ഇട്ട് ഓൾ നാച്ചുറൽ ഹെർബൽ ഷാംപൂ ഒക്കെ പോലെ താളി ഉണ്ടാക്കിയിട്ട് നമ്മള് ഉപയോഗിക്കായിരുന്നു. അപ്പം നമ്മൾ കോവിഡ് സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 1 മന്തോളം ഇവിടെ തന്നെയായിരുന്നു എല്ലാവരും. അപ്പൊ എന്റെ ഫുൾ കസിൻസ്, ഫുൾ ഫാമിലി ഞങ്ങൾ ഇവിടെ തന്നെയായിരുന്നു കൂടുതലും. അപ്പം അന്നത്തെ ഒരു മെയിൻ പരിപാടിയായിരുന്നു ഇതേപോലെ ചെമ്പരത്തി താളി, കറിവേപ്പിലൊക്കെ പറിച്ചിട്ട് ഹെയർ പാക്ക് ഉണ്ടാക്കുക. ഇവിടെ ഫുള്ള് കുറെ ചെടികൾ, പിന്നെ മഞ്ഞളുണ്ട്, അത് മുഖത്ത് തേക്കുക. ഇതൊക്കെ ഇവിടെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ഇത് എന്റെ കൊളാജൻ ഡ്രിങ്ക് ആണ്. ഇത് ഞാൻ എന്റെ കുറെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെൽബീങ് ന്യൂട്രീഷന്റെ കൊളാജൻ കൺസ്യൂം ചെയ്യാറുണ്ട് എന്നുള്ളത്. അപ്പൊ ഇത് അതിന്റെ ഗ്ലോ എന്ന് പറഞ്ഞൊരു വേരിയന്റ് ആണ്. നിങ്ങളും നിങ്ങളുടെ ലേറ്റ് 20s ആണെങ്കിൽ എന്തായാലും ഇങ്ങനത്തെ കൊളാജൻ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചു തുടങ്ങുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ സപ്ലിമെന്റ്സ് ആയിട്ട് എടുക്കുന്നത് നല്ലതാണ്. അപ്പൊ കുറച്ചും കൂടെ നമുക്ക് സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഹെയറിന് നല്ലതാണ്. നെയിൽസ് കുറച്ചും കൂടെ ബെറ്റർ ആകും. കാരണം അല്ലെങ്കിൽ നെയിൽസിന്റെ ഒക്കെ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ബ്രിറ്റിൽ ആകും നെയിൽസ് ഒക്കെ. ഇവിടെ നമ്മൾ വന്നതിന്റെ മെയിൻ ഉദ്ദേശം ഇവിടെ നമ്മളുടെ സ്കൂളിലെ ആനുവൽ ഡേ ഫംഗ്ഷൻ ആണ്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. എനിക്ക് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യും. അപ്പൊ അതിന്റെ ഒരു തിരക്കാണ്. അപ്പൊ നമുക്ക് വേഗം പോകണം. സോ ഇൻ കേസ് നിങ്ങൾക്ക് ഈ കുർത്തി എവിടെ നിന്നാന്ന് അറിയണമെങ്കിൽ, ഉദയ്പൂർ ബ്ലോഗിലും ഞാൻ ഇട്ടിരുന്ന കുർത്തിയാണ്. ഇത് ബൈ ഹാൻഡ് എന്ന് പറഞ്ഞ സ്റ്റോറിൽ നിന്നാണ്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ പേജ് പോയി ചെക്ക് ചെയ്ത് നോക്കാം. സോ ബാക്കി നമുക്കിനി ഫംഗ്ഷന്റെ അവിടെ പോയിട്ട് സ്കൂളിൽ പോയിട്ട് കാണാം. ശ്രീ വിവേകാനന്ദ വിദ്യാസദൻ. എൻ്റെ ഗ്രാൻഡ് ഫാദർ 1979 സ്റ്റാർട്ട് ചെയ്ത സ്കൂളാണിത്. എൻ്റെ ലൈഫിലെ ഒരു ബിഗ്ഗസ്റ്റ് ഇൻസ്പിറേഷൻ എനിക്ക് എൻ്റെ ഗ്രാൻഡ് ഫാദർ തന്നെയാണ്. ആൾ വളരെ ചെറിയ ഏജിലാണ് ഒരു ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ഒരു പെട്രോൾ പമ്പ് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ഒരു സ്കൂള്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടും എഫേർട്ട്ലെസ് ആയിട്ടും മാനേജ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. മാത്രമല്ല എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്ത് ഭയങ്കര കാമായിട്ടും പൊളൈറ്റായിട്ടും മാത്രമാണ് എല്ലാവരോടും സംസാരിച്ച് കേട്ടിട്ടുള്ളൂ. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഒരുപാട് അഡ്മിറേഷനോടെയാണ് നോക്കി കാണുന്നത്.
ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ 1956 ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഇന്ന് എൻ്റെ മകൻ്റെ പ്രായമില്ല. 18 വയസ്സിന് മുമ്പാണ് അദ്ദേഹം ഒരു ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിന് സ്വർണമായി യാതൊരു ബന്ധവുമില്ല. പക്ഷേ അദ്ദേഹം ഒരു നിയോഗമായി, അന്ന് സ്വർണം എന്ന് പറയുന്നത് വിശ്വസിച്ച ആളുകളെല്ലാം വാങ്ങാൻ പറ്റാതിരുന്നൊരു കാലത്ത്, ഇന്നിപ്പോൾ ട്രേഡ് മാർക്ക് ഉണ്ട്, ഹോൾ മാർക്കിംഗ് ഉണ്ട്, BIS ഉണ്ട്, പല പല സംവിധാനങ്ങളുണ്ട്. അന്നെല്ലാം ഇത്തരം സംവിധാനങ്ങളൊന്നുമില്ല. വിശ്വാസത്തിന്റെ പുറത്ത് മാത്രം ചെയ്യുന്നൊരു കാലഘട്ടത്തിൽ ആളുകൾ അദ്ദേഹത്തിന് നൽകിയൊരു വിശ്വാസമാണ് അദ്ദേഹത്തിനെ ഒരു ജ്വല്ലറാക്കി മാറ്റിയത്, അടിമാലിക്കാരുടെ പ്രിയപ്പെട്ട തങ്കപ്പഞ്ചേട്ടനാക്കി മാറ്റിയത്. ഞാൻ ഇന്ന് നിൽക്കുന്ന എൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്, ഞങ്ങളുടെ ബ്രാൻഡ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മനസ്സാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പറയൂ. ഗുഡ് മോർണിംഗ്. ഓക്കെ. ഇത് കുറേ നാളായിട്ട് ഇവിടെ കിടക്കുന്ന ഒരു ഓട്ടോ ആണ്. സോ ഐ തോട്ട് ഐ ജസ്റ്റ് ഷോ യു. യെസ്, അപ്പൊ നമ്മൾ ഇന്ന് തിരിച്ചു പോവാണ്. ഞാൻ 2 days ഇവിടെ ചെയ്ത ഒട്ടുമിക്ക കാര്യങ്ങളും ഞാൻ കാണിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മളുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ 2 days എൻജോയ് ചെയ്തു. ഡിഡ് യു ഹാവ് ഫൺ? യെസ്. ഓക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതോടെ ഈ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാമെന്ന്. Thank you all for watching our vlog. Thank you so much. Bye. ബൈ.